നമസ്കാരം. ശബ്ദം ഓൺലൈനിലേക്ക് സ്വാഗതം. പുതിയ UDF സർക്കാർ അധികാരമേറ്റ് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ഇടങ്ങളിൽ വളരെ നിശബ്ദമായി എന്നാൽ അതീവ അപകടകരമായ ഒരു രാഷ്ട്രീയ കളിക്ക് തുടക്കമായിരിക്കുകയാണ്. ഇന്നലെ പ്രമുഖ പത്രങ്ങളിൽ വന്ന ഒരു വാർത്ത നിങ്ങൾ കണ്ടിരിക്കാം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സംവരണേതര വിഭാഗങ്ങൾക്കുള്ള EWS സംവരണം വ്യാജ സർട്ടിഫിക്കറ്റുകൾ ചമച്ച് അർഹതയില്ലാത്തവർ തട്ടിയെടുക്കുന്നുവെന്നാണ് വാർത്ത. കേൾക്കുമ്പോൾ ഇതിൽ വലിയ തെറ്റില്ല. വ്യാജന്മാരെ പിടികൂടണം എന്ന് തന്നെയാകും ഏതൊരു സാധാരണക്കാരനും ചിന്തിക്കുക. എന്നാൽ ഇങ്ങനെയൊരു വാർത്ത പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതിന് പിന്നിലും റവന്യൂ വകുപ്പിന്റെ അണിയറയിൽ നടക്കുന്ന വലിയൊരു സൈലന്റ് അട്ടിമറിയുടെ കഥയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് റവന്യൂ വകുപ്പിൽ സംഭവിക്കുന്നത്? കേരളത്തിലെ റവന്യൂ ഉദ്യോഗസ്ഥരിൽ നല്ല ശതമാനം ആളുകൾ പരമ്പരാഗത ജാതി സംവരണത്തിന്റെ ഗുണഭോക്താക്കളാണ്. EWS സംവരണത്തോട് വിയോജിപ്പുള്ള പല സംഘടനകളും ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പിന്റെ ആഭ്യന്തര വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വളരെ ബോധപൂർവം ചില സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. EWS സർട്ടിഫിക്കറ്റ് നൽകിയതിൽ എന്തെങ്കിലും കാരണത്താൽ ചെറിയൊരു തെറ്റ് സംഭവിച്ചാൽ പോലും ഭാവിയിൽ നിങ്ങളുടെ ജോലി തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് സമയമെടുത്ത് നന്നായി അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഈ സർട്ടിഫിക്കറ്റുകൾ നൽകാവൂ. ഇതായിരുന്നു ആ ഭയപ്പെടുത്തുന്ന സന്ദേശത്തിന്റെ ഉള്ളടക്കം. ഈ ഭയപ്പെടുത്തൽ വെറുതെയല്ല. കഴിഞ്ഞ വർഷങ്ങളിൽ പാലക്കാട് ജില്ലയിലെ 4ഓളം വരുന്ന താലൂക്ക് ഓഫീസുകളിൽ ഇതുപോലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടു. ഇത് കണ്ട ഉദ്യോഗസ്ഥർ ഭയപ്പെടുകയും തങ്ങൾ നൽകിയ EWS സർട്ടിഫിക്കറ്റുകൾ അപേക്ഷകരുടെ കയ്യിൽ നിന്ന് കൂട്ടത്തോടെ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. സാധാരണക്കാരായ അപേക്ഷകർ വില്ലേജ് ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തു. പിന്നീട് അപേക്ഷകർ നിയമപരമായ ഇടപെടലുകൾ നടത്തിയാണ് അവിടുത്തെ തഹസിൽദാർമാരിൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റുകൾ തിരികെ മേടിച്ചത്. ആലോചിച്ചു നോക്കൂ. ഇപ്പോൾ വീണ്ടും പത്രങ്ങളിലൂടെ വ്യാജന്മാർ EWS സർട്ടിഫിക്കറ്റുകൾ തട്ടിയെടുക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അത് നിലവിൽ ഉത്തരവാദിത്ത ബോധത്തോടെ EWS സർട്ടിഫിക്കറ്റ് നൽകുന്ന സാധാരണ ഉദ്യോഗസ്ഥനെ ഭയപ്പെടുത്താനും അപേക്ഷകൾ വെച്ചു താമസിപ്പിക്കാനും കാരണമാകില്ലേ? ഇനി ഇതിന്റെ യഥാർത്ഥ രാഷ്ട്രീയത്തിലേക്ക് വരാം. EWS സംവരണത്തെ ഭരണഘടനാ വിരുദ്ധമെന്ന് വിളിച്ച് തുടക്കം മുതൽ ഏറ്റവും ശക്തമായി എതിർത്ത രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ്? അത് മുസ്ലിം ലീഗാണ്. പുതിയ UDF മന്ത്രിസഭയിൽ നിർണായക സ്വാധീനമുള്ളതും ഇതേ മുസ്ലിം ലീഗിനാണ്. ഇവിടെയാണ് വകുപ്പ് വിഭജനത്തിലെ ഉൾക്കളികൾ നമ്മൾ തിരിച്ചറിയേണ്ടത്. പുതിയ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളുടെ ആദ്യഘട്ടത്തിൽ റവന്യൂ വകുപ്പിലേക്ക് സജീവമായി കേട്ടിരുന്ന പേര് പേരാവൂർ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റേതായിരുന്നു. മലബാറിലെ കുടിയേറ്റ ജനവിഭാഗങ്ങളുടെ ശക്തനായ പ്രതിനിധിയാണ് സണ്ണി ജോസഫ്. അദ്ദേഹം റവന്യൂ മന്ത്രിയായാൽ EWS സംവരണ കാര്യങ്ങളിലും ഭൂമി പ്രശ്നങ്ങളിലും സാധാരണ ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് പലരും ഭയന്നിരുന്നു. ഫലമോ സണ്ണി ജോസഫിനെ മാറ്റി റവന്യൂ വകുപ്പ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ AP അനിൽകുമാറിന്റെ കൈകളിൽ എത്തിച്ചു. ജാതി സംവരണത്തെ അനുകൂലിക്കുന്ന മുസ്ലിം ലീഗിന്റെ ശക്തമായ പിന്തുണയോടെ വണ്ടൂരിൽ നിന്ന് ജയിച്ചു വന്ന അനിൽകുമാർ റവന്യൂ വകുപ്പിന്റെ തലപ്പത്ത് ഇരിക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്കിടയിലെ ഈ ഭയപ്പെടുത്തൽ കളി ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത. പക്ഷേ കോൺഗ്രസ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. UDFിലെ മറ്റൊരു പ്രധാന ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളും EWS സംവരണം തങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ തീർച്ചയായും കണ്ടുപിടിക്കപ്പെടണം, അതിൽ തർക്കമില്ല. എന്നാൽ അതിന്റെ മറവിൽ ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി സംവരണേതര വിഭാഗങ്ങളിലെ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അവസരങ്ങൾ നിഷേധിക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങൾ റവന്യൂ വകുപ്പിൽ ഉണ്ടായാൽ അത് പുതിയ സർക്കാരിന്റെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കും. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഈ സംവരണം അട്ടിമറിക്കാൻ പുതിയ റവന്യൂ മന്ത്രി കൂട്ടുനിൽക്കുമോ അതോ അർഹരായവർക്ക് കൃത്യസമയത്ത് ആനുകൂല്യം ഉറപ്പാക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ നമ്മൾ കണ്ടറിയേണ്ടി വരും. ഈ വിഷയത്തിൽ
നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കേരള രാഷ്ട്രീയത്തിലെ ഇത്തരം ആരും പറയാത്ത നിഷ്പക്ഷ വിശകലനങ്ങൾക്കായി ശബ്ദം ഓൺലൈൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.